ഈ ജഡ്ജിമാരുടെ സ്വത്ത് വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു സുപ്രീം കോടതി എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ 21 ജഡ്ജിമാരുടെ സ്വത്ത് വിവരങ്ങളാണ് സുപ്രീം കോടതിയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത്. മുതിർന്ന അഭിഭാഷകനായിരുന്ന KV വിശ്വനാഥനാണ് ജഡ്ജിമാരിൽ സമ്പന്നൻ. ഹൈക്കോടതി ജഡ്ജിമാരുടെ നിയമന വിവരങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ലീഗൽ ഡെസ്കിൽ നിന്ന് ഷപ്ന സിയാദ് ചേരുന്നുണ്ട്. ഷപ്ന, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ സുപ്രീം കോടതിയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ലിസ്റ്റുകൾ അനുസരിച്ച് എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? എത്ര ജഡ്ജിമാരാണ്? എങ്ങനെയാണ് സ്വത്ത് വിവരങ്ങളൊക്കെ? സേതുലക്ഷ്മി, ഈ ജഡ്ജിമാരുടെ സ്വത്തുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഈ അടുത്തിടയ്ക്കാണ് ഉണ്ടായത്. ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് പണം കണ്ടെടുത്തതുമായി ബന്ധപ്പെട്ടായിരുന്നു ഇത്തരത്തിൽ വിവാദമുണ്ടായത്. ഇതിനെ തുടർന്നാണ് സുപ്രീം കോടതിയുടെ ഫുൾ കോർട്ട് ഇത്തരം ഒരു തീരുമാനമെടുത്തത്. സുപ്രീം കോടതിയിലെ 33-ൽ 21 ജഡ്ജിമാരുടെയും സ്വത്ത് വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നു. സുപ്രീം കോടതിയുടെ വെബ്സൈറ്റിലാണ് ഇത് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. മറ്റ് ജഡ്ജിമാരുടെ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് പുറത്തുവിടും എന്നാണ് അറിയിപ്പ്. അതോടൊപ്പം തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെയും ജഡ്ജിമാരുടെയും നിയമന പ്രക്രിയയും പുറത്തുവിട്ടിട്ടുണ്ട്. മറ്റൊന്ന്, ഈ ജഡ്ജിമാരുടെ നിയമനം സംബന്ധിച്ചാണ് 2022 നവംബർ 9 മുതൽ 2025 മെയ് 5 വരെയുള്ള നിയമന വിവരങ്ങളാണ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ജഡ്ജിമാരുടെ പേരും മതവിഭാഗവും സിറ്റിംഗ് അല്ലെങ്കിൽ വിരമിച്ച ജഡ്ജിമാരുമായുള്ള ബന്ധം തുടങ്ങിയ വിവരങ്ങളാണ് പുറത്തുവിട്ടത്. ഇക്കാലയളവിൽ ഹൈക്കോടതി ജഡ്ജിമാരായി നിയമിക്കപ്പെട്ടത് 221 പേരാണ്. സിറ്റിംഗ് മുൻ ജഡ്ജിമാരുമായി ബന്ധമുള്ള 14 പേരെ പുതിയ ജഡ്ജിമാരായി നിയമിക്കപ്പെട്ടു എന്നതാണ് ഈ വെബ്സൈറ്റിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഏപ്രിൽ 1 ചേർന്ന ഫുൾ കോർട്ട് തീരുമാനപ്രകാരമാണ് വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചത്. സുപ്രീം കോടതി ഇത് ആദ്യമായിട്ടാണ് ജഡ്ജിമാരുടെ നിയമന വിവരങ്ങളും അതോടൊപ്പം തന്നെ സ്വത്ത് വിവരങ്ങളും. സുപ്രീം കോടതിയിലെ 33-ൽ 21 ജഡ്ജിമാരുടെ സ്വത്ത് വിവരങ്ങളാണ് വന്നതല്ല. അപ്പൊ ഇനി മറ്റുള്ളവരുടേത് നമുക്ക് പ്രതീക്ഷിക്കാമോ വരും ദിവസങ്ങളിൽ? തീർച്ചയായും, കാരണം അവരിൽ നിന്നുള്ള വിവരങ്ങൾ ആരാഞ്ഞിട്ടുണ്ട്. അവരിൽ നിന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അപ്ലോഡ് ചെയ്യും എന്നാണ് പറയുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയുന്നത് ജസ്റ്റിസ് KV വിശ്വനാഥന് 120 കോടിയുടെ ആസ്തിയുണ്ട് എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. 2010 മുതൽ 15 സാമ്പത്തിക വർഷങ്ങളിൽ നികുതി ഇനത്തിൽ സർക്കാരിന് 91 കോടി രൂപ അദ്ദേഹം നൽകി. മുതിർന്ന അഭിഭാഷകരിൽ നിന്നാണ് KV വിശ്വനാഥൻ ജഡ്ജിയായി നിയമിക്കപ്പെട്ടത്. അദ്ദേഹമാണ് ഏറ്റവും സമ്പന്നനായ ജഡ്ജ് എന്നും ഈ വെബ്സൈറ്റിലുണ്ട്. ശരി ഷപ്ന സിയാദാണ് വിവരങ്ങൾ നൽകിയത്. ജഡ്ജിമാരുടെ സ്വത്ത് വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇനി വരും ദിവസം ഇപ്പോൾ 21 പേരുടെ സ്വത്ത് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇനി മറ്റുള്ളവരുടെയൊക്കെ സ്വത്ത് വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് അവരുടെ വിവരങ്ങളും ഇതുപോലെ സുപ്രീം കോടതിയുടെ വെബ്സൈറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാം.